നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചൂടേറുന്നു. വാക്പോരുമായി നേതാക്കൾ. RSS ബന്ധം ആരോപിച്ചുള്ള വി ഡി സതീശന്റെ പ്രസ്താവന ശുദ്ധ അസംബന്ധമെന്ന് മുഖ്യമന്ത്രി. വോട്ടിനായി രാഷ്ട്രീയ ചരിത്രം കാണിക്കില്ലെന്ന് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കനല്ല ഇരട്ടത്താപ്പനെന്ന് പിണറായി എന്നും മോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും വി ഡി സതീശൻ. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തുന്ന EMSന്റെ നയമാണ് പിണറായി വിജയനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതി എന്ന ആരോപണം. അഴിമതി സഹകരണ സംഘങ്ങൾക്കായി പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയിലെന്ന് രമേശ് ചെന്നിത്തല. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വർഗീയ പരാമർശത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനെന്നും കോടതി. പ്രാഥമിക നടപടി ആരംഭിച്ചെന്ന് മറുപടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിമുഖം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിലും BJP സീൽ വിവാദത്തിലും അടക്കം മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അഭിമുഖം സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയത് മെറ്റയ്ക്ക് സംഭവിച്ച അബദ്ധമാണെന്നും അഭിമുഖത്തിലെ കമന്റുകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നതെന്നും രത്തൻ ഖിൽക്കർ. ഇന്ധനവില വർധനവ് നേരിടാൻ കേന്ദ്ര സർക്കാർ നടപടി. പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി 10 രൂപ കുറച്ചു. ഡീസലിന്റെ എക്സൈസ് തീരുവ ഒഴിവാക്കി. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചാൽ നടപടി. സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം. ലോക്ക്ഡൌൺ ഇല്ലെന്നും പ്രചാരണം തെറ്റെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ LPGയുമായി ജഗ്വസന്ത് ടാങ്കർ ഇന്ത്യയിലെത്തി. വിവാഹിതനായ പുരുഷൻ പ്രായപൂർത്തിയായ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്നത് കുറ്റകരമല്ലെന്ന് അലഹാബാദ് ഹൈക്കോടതി. വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക ധാർമ്മികതയും രണ്ടാണെന്നും കോടതി. മനുഷ്യരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന നാസയുടെ പദ്ധതി ആർട്ടിമൈസ് 2 വിക്ഷേപണം ഏപ്രിൽ 2 പുലർച്ചെ 3:54. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റി നിശ്ചയിച്ചത് ഫെബ്രുവരിയിൽ. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതാണ് ആർട്ടിമൈസ് 2 ദൗത്യം. മോഹൻലാലിന് ആശ്വാസം. വ്യക്തി അവകാശങ്ങൾ ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ ലിങ്കുകൾ നീക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് ഡൽഹി ഹൈക്കോടതി. ലിങ്കുകൾ നീക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം. CPM ഭരണസമിതിക്ക് കീഴിലുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ തള്ളി പാർട്ടി നേതൃത്വവും മുൻ പ്രസിഡന്റും. ബാങ്കിൽ യാതൊരുവിധ സാമ്പത്തിക അഴിമതിയും നടന്നിട്ടില്ലെന്നും താൽക്കാലിക ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിലെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും നേതാക്കൾ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.